ഇന്ത്യ ഭരിക്കുന്ന ബി.ജെ.പി. എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാതൃസംഘടനയാണ് ആർ.എസ്.എസ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ സകല നേതാക്കളും പോയിട്ട്, അതായത് ബി.ജെ.പിയുടെ സകല നേതാക്കളും പോയി കാണുകയും പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ട്. അത് ഈ ആർ.എസ്.എസ്. എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന സർസംഘചാലക് പദവി അലങ്കരിക്കുന്ന മോഹൻ ഭാഗവതിനെയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻ ഭാഗവതിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കാണുകയുണ്ടായി. അന്നൊരു വലിയ ചർച്ചയ്ക്ക് തുടക്കമായി നരേന്ദ്രമോദി രാജിവെക്കാൻ പോവുകയാണ്. അദ്ദേഹം അധികാരമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. സുതാര്യമായ രീതിയിൽ മറ്റൊരാളിലേക്ക് അധികാരം കൈമാറാൻ നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായിട്ടാണ് മോഹൻ ഭാഗവതിനെ കണ്ടത് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വർഷം 75 വയസ്സ് തികയുകയാണ്. ഈ സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയാകും. ബി.ജെ.പിയിലെ ഒരു അലിഖിത നിയമമാണ് 75 വയസ്സാകുന്നതോട് കൂടിയിട്ട് മുതിർന്ന നേതാക്കൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുക. തലമുറ മാറ്റം സുതാര്യമായിട്ട് നടക്കണം, എങ്കിൽ മാത്രമേ രാഷ്ട്രത്തിന് മുന്നേറാൻ കഴിയൂ എന്ന ഒരു കോൺസെപ്റ്റിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് അദ്വാനി അടക്കം മുരളി മനോഹർ ജോഷി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് വഴിമാറി കൊടുക്കേണ്ടി വന്നു. ചിലപ്പോൾ അവരുടെ ഇഷ്ടത്തോടെ ആയിരിക്കില്ല. പക്ഷെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് പ്രായം കൂടുമ്പോൾ നിശ്ചിതമായൊരു പ്രായപരിധി വെക്കുക. ആ പ്രായമാവുമ്പോൾ നിങ്ങൾ മാറി അടുത്ത ആളുകൾക്ക് അധികാരം കൈമാറുക. അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാട് ബി.ജെ.പിക്കും ഒരു പരിധിവരെ ആർ.എസ്.എസിനുമുണ്ട്. ആ നിലപാട് തന്നെയായിരുന്നു നരേന്ദ്രമോദിക്കും. അപ്പൊ നരേന്ദ്രമോദി സർസംഘചാലകിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം അധികാര കൈമാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അതിന് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം പക്ഷേ ആർ.എസ്.എസിന്റെ സർസംഘചാലക് ഈ വിഷയത്തെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെയധികം ഇപ്പോൾ ചർച്ചയാവുകയാണ്. 75 വയസ്സായവര് മാറിക്കൊടുക്കണം എന്നതായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ്. 75 വയസ്സായാൽ വിരമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വഴി മാറിക്കൊടുക്കണമെന്ന ആർ.എസ്.എസ്. മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ബുധനാഴ്ച നാഗ്പൂരില് ആർ.എസ്.എസ്. നേതാവായിരുന്ന മോറോപന്ത് പിംഗ്ലയെ പറ്റിയുള്ള പുസ്തകത്തിന്റെ പ്രകാശന വേളയിലാണ് പ്രായപരിധി പരാമർശം മോഹൻ ഭാഗവത് നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുന്ന പശ്ചാത്തലത്തിലാണ് പരാമർശത്തിന് രാഷ്ട്രീയമായ ഒരു മാനം കൂടി കൈവരുന്നത്. നിങ്ങൾക്ക് 75 വയസ്സ് തികഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ നിർത്തി മറ്റുള്ളവർക്ക് വഴിയൊരുക്കണം എന്നാണ് ഭാഗവത് പറഞ്ഞത്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണോ എന്ന ഒരു ചോദ്യം ഉയരുകയാണ്. ശരിക്കും എന്താണ് മോഹൻ ഭാഗവത് ഉദ്ദേശിച്ചത്? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ സാമ്പത്തിക ശേഷി വളർത്താനുള്ള ഒരു അവസരത്തെക്കുറിച്ച് പറയാം. അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന പണം മെച്യൂരിറ്റിയിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ ടാക്സ് ഇളവുകളോട് കൂടിയിട്ട് നിക്ഷേപിക്കുവാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. ബജാജ് അലയൻസ് ലൈഫ് ആണ് ഈ അവസരം ഒരുക്കുന്നത്. അവരുടെ NFO നിഫ്റ്റി 500 മൾട്ടി ഫാക്ടർ 50 ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന ജൂലൈ 14 തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. ഈ NFOയെ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ NFOയുടെ ഇൻഡെക്സിന്റെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിൽ അത് 31.3%, കൂടാതെ ഇൻസെപ്ഷൻ മുതൽ അത് 21%. അപ്പോ മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അലയൻസ് ലൈഫ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ NAV 10 രൂപയാണ്. ഇവിടെ നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും. പിന്നെ മാസം പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവർ ഇതിന്റെ ഒപ്പം ലഭിക്കും. പ്രതിവർഷം 2.5 ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. പ്രവാസികൾക്കും ഇവിടെ നിക്ഷേപിക്കാവുന്നതാണ്. മാസം 18,000 രൂപയൊക്കെ നിക്ഷേപിച്ചാൽ 2 കോടി വരെയുള്ള റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കേണ്ട, ഈ മാസം ജൂലൈ 14 തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അതായത് ഇനി 2 ദിവസം കൂടി മാത്രം. ഈ NFOയെ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തും നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മോഹൻ ഭാഗവത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ച ഇന്ത്യയിൽ ഉണ്ടായി. സ്വാഭാവികമായി ബി.ജെ.പിയുടെ വിശദീകരണം വന്നു. നരേന്ദ്രമോദിക്ക് പ്രായപരിധിയിൽ നേരത്തെ ഇളവ് കൊടുത്തിട്ടുള്ളതാണെന്ന് ബി.ജെ.പി വ്യക്തമാക്കിയിട്ടുണ്ട്. 5 വർഷം മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നും ബി.ജെ.പി വൃത്തങ്ങൾ പറയുന്നു.
അതേസമയത്ത് മോഹൻ ഭാഗവത് ഇപ്പോൾ ഈ ഒരു പ്രായപരിധി വിഷയം എടുത്തിട്ടത് BJPക്കുള്ള RSSന്റെ ഒരു സന്ദേശമാണെന്ന വിലയിരുത്തലുമുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻ ഭാഗവതിനും മോദിക്കും ഏതാണ്ട് ഒരേ പ്രായമാണ്. 1950 സെപ്റ്റംബർ 11 മോഹൻ ഭാഗവത് ജനിച്ചത്. ഇതിനുശേഷം 6 ദിവസം കഴിഞ്ഞാണ് നരേന്ദ്രമോദിയുടെ ജനനം. എന്നുവെച്ചാൽ RSS നേതാവിനും നരേന്ദ്രമോദിക്കും ഏതാണ്ട് തുല്യ പ്രായമാണ്. രണ്ടുപേർക്കും ഈ വർഷം സെപ്റ്റംബറിൽ 75 വയസ്സ് പ്രായം തികയും. എന്നാൽ RSSല് ഈ BJPയുടെ കാര്യത്തിലുള്ളതുപോലെ ഒരു പ്രായപരിധിയൊന്നും ചുമതലയുടെ കാര്യത്തിൽ നിശ്ചയിച്ചിട്ടില്ല. RSSനെ സംബന്ധിച്ചിടത്തോളം ചുമതലകൾ വഹിക്കുവാൻ സാധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ ആ പദവി നിർവഹിക്കാൻ സാധിക്കുന്നിടത്തോളം കാലം അങ്ങനെ തുടരാനാകും. പക്ഷെ BJPയിലാണ് ഈ ഒരു പ്രായപരിധി സംവിധാനം ഉള്ളത്. അത് കൊണ്ടുവന്നതിൽ നരേന്ദ്രമോദിയും ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനം. പക്ഷേ നരേന്ദ്രമോദി ഈ ഘട്ടത്തിൽ അധികാരത്തിൽ നിന്ന് മാറുന്നത് രാജ്യത്തിന് നല്ലതാണോ ദോഷമാണോ? ഞാൻ BJP കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നില്ല. അവർക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവർ ചോദിക്കാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത്, നമ്മുടെ രാജ്യത്തിന്റെ ആഗോള തലത്തിലുള്ള നിലവിലെ പൊസിഷൻ, നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ്, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് രാജ്യത്തെ നയിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൈം മിനിസ്റ്റർ മാറുന്നത് രാജ്യത്തിന് വലിയ തിരിച്ചടിയാവും. നരേന്ദ്രമോദിയേക്കാൾ എത്ര വലിയ കേമൻ ഇനി ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദി മാറുന്നത് രാജ്യത്തിന് ഒട്ടും ഗുണകരമായിരിക്കില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നരേന്ദ്രമോദി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അധികാരത്തിൽ തുടരുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2014 നരേന്ദ്രമോദി വരുന്ന സമയത്ത് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, നമ്മുടെ മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു ഗ്രേറ്റ് ലീഡറാണ്, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടത് നമ്മുടെ സോണിയാഗാന്ധിയുടെ പിന്നിലായിപ്പോയി അല്ലെങ്കിൽ നിഴലിൽ പെട്ടുപോയി എന്നുള്ളതാണ്. രാജ്യത്തെ കൺട്രോൾ ചെയ്തത് സോണിയാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി കുടുംബമാണെന്നും അദ്ദേഹം ആ ഒരു നിഴലിൽ നിന്നുപോയി എന്നുള്ളതുമാണ്. ഗ്ലോബലി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു രാജ്യത്തിന്റെ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ എന്തുകൊണ്ടോ കഴിയാതെ പോയി. അദ്ദേഹം മോശമായ ഒരു പ്രധാനമന്ത്രിയാണെന്ന അഭിപ്രായം എനിക്ക് വ്യക്തിപരമായില്ല. അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് രാജ്യത്തെ ഇന്നത്തെ ഒരു എക്കണോമിക് പവറാക്കി മാറ്റുന്നതിൽ തുടക്കമിട്ടത് നരസിംഹറാവുവിന്റെ സർക്കാരിന്റെ കാലത്ത്. പക്ഷെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ ദുർബലമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത വൃത്തങ്ങൾ പലരും എഴുതിയ പുസ്തകങ്ങളിൽ നമുക്ക് കാണാം. അദ്ദേഹം ഒരു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. സോണിയാഗാന്ധി അധികാരം വളരെയധികം അവരുടെ കൈകളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നു. നരേന്ദ്രമോദിയെ പോലെ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി നിന്ന് കളിച്ച് മുഖ്യമന്ത്രിയായി പിന്നെ അങ്ങനെ പ്രധാനമന്ത്രിയായി വന്ന ഒരാളുമല്ല മൻമോഹൻ സിംഗ്. തീർച്ചയായിട്ടും സോണിയാഗാന്ധിക്ക് എന്തോ കാരണത്താൽ അന്ന് പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തത് കൊണ്ടോ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ അദ്ദേഹത്തിന് പക്വത പോരാന്ന് തോന്നിയിട്ടോ എന്താണെങ്കിലും പകരം തെരഞ്ഞെടുത്ത ഒരാളായിരുന്നു മൻമോഹൻ സിംഗ്. തീർച്ചയായിട്ടും അത് മൻമോഹൻ സിംഗിനെ ഒപ്പം നിർത്തിക്കൊണ്ട് രാജ്യം ഭരിക്കണമെന്നുള്ള അവരുടെ ഒരു തീരുമാനത്തിൻ്റെ ഒക്കെ ഭാഗമായിരിക്കാം. കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. പക്ഷെ 2014 ശേഷം കാര്യങ്ങൾ മാറി. ഇന്ത്യക്കൊരു ലീഡർ ഉണ്ട് എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ വെറും ഒരു ദുർബല രാഷ്ട്രമല്ല, അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ചേരികളും കോളനികളും മാത്രമുള്ള, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുമ്പോൾ ധാരാവി മാത്രം കാണിക്കും മാധ്യമങ്ങൾ. ആ തരത്തിലുള്ള ഒരു രാജ്യമല്ലെന്നും ഇന്ത്യക്ക് മറ്റൊരു വശം കൂടി ഉണ്ടെന്നും ലോകത്തെ കാണിച്ചു കൊടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. 2014 ശേഷം എനിക്ക് തോന്നുന്നു അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ പട്ടികയിൽ 9ാം സ്ഥാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫോബ്സിന്റെ പട്ടികയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യ 10ൽ ഇടം പിടിക്കുന്നത്. എന്തോ കാരണത്താൽ പിന്നീട് ഇങ്ങോട്ട് അവര് ഒരു പട്ടികയും പുറത്തു പോലും വിട്ടില്ല. കാരണം ഇന്ന് ഫോബ്സ് മാഗസീൻ ഒരു പട്ടിക പുറത്തിറക്കിയാൽ ആദ്യ 5ൽ 1 നരേന്ദ്രമോദി ആയിരിക്കും. അത്രത്തോളം പവർഫുൾ ആണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും. ആ നിലയ്ക്ക് ഇന്ത്യയെ വളർത്തിയതിൽ മോദിയുടെ പങ്ക് വളരെ വലുതാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയെ 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന GDPയുടെ ഇരട്ടിയിലധികം GDP ഉള്ള ഒരു രാജ്യമാക്കി മാറ്റുവാനും ഇന്ത്യയിൽ ഒരു ലോങ് ടേമിലേക്ക് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ഡെവലപ്മെന്റിന് തുടക്കമിടാനും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2047 ഒരു വികസിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിയതും നരേന്ദ്രമോദിയുടെ വലിയ നേട്ടങ്ങളിലൊന്നാണ്. ഇന്നിപ്പോൾ പാകിസ്ഥാൻ, ചൈന, തുർക്കി അങ്ങനെ ഒരുപാട് ശത്രു രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയ്ക്കെതിരായി ഒന്നിക്കുമ്പോൾ രാജ്യത്തെ വളരെ തന്ത്രപരമായി നയിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്ത് നരേന്ദ്രമോദിയെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ മാറ്റി പകരം ഒരാളെ കൊണ്ടുവരുന്നത്
ഔചിത്യമില്ലായ്മയായിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് ദൈവത്തിന്റെ കാരുണ്യത്താൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഏത് ചെറുപ്പക്കാരനേക്കാളും മികച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ജോലിയും ചെയ്യുന്നുണ്ട്. വിശ്രമമില്ലാതെ രാജ്യത്തിന് വേണ്ടി സേവനം നടത്തുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിക്ക് പ്രായപരിധി എന്ന് പറയുന്നത് ഒരു ബാധകമാകേണ്ട വിഷയമേ അല്ല. അദ്ദേഹത്തിന് അതിന് ഇളവ് കൊടുക്കുക തന്നെ വേണം. ഇനി തീർച്ചയായിട്ടും എല്ലാ കാലവും ഇന്ത്യയെ ഇതുപോലെ ആരോഗ്യത്തോടെ ഭരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല. അദ്ദേഹം നമ്മളെയൊക്കെ പോലെ ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായ ആരോഗ്യ പ്രശ്നങ്ങളും വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളും ഒക്കെ ഭാവിയിൽ അദ്ദേഹത്തിന് വരാം. അത്തരമൊരു ഘട്ടത്തിൽ പകരം ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് തോന്നുന്നേയില്ല. ഇനി RSSന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ എന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷെ RSS ഇന്ത്യക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും RSSന്റെ കൂടി ഒരു പ്രോഡക്റ്റ് ആണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയെങ്കിൽ RSSലൂടെയാണ് ആയത്. ഈ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയതും RSSന്റെ പ്രചാരകനായിരിക്കുന്ന സമയത്താണ്. അതിനുശേഷം RSS തന്നെയാണ് നരേന്ദ്രമോദിയുടെയും ജീവിതത്തിൽ വഴിത്തിരിവായത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണെന്ന് കരുതാൻ പറ്റില്ല. മോഹൻ ഭാഗവത് പൊതുവെ വൃദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ കടിച്ചു തൂങ്ങി അധികാരത്തിൽ ഇരിക്കുന്നുണ്ട്. എണീറ്റ് നിൽക്കാൻ വയ്യ, പക്ഷേ അധികാരത്തിൽ നിന്ന് പോവില്ല. അവരെ ഉദ്ദേശിച്ചായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ നരേന്ദ്രമോദി അതുപോലെ അല്ല. അദ്ദേഹം വളരെ സ്മാർട്ടാണ്. പ്രായത്തിൽ കവിഞ്ഞ രീതിയിൽ വളരെ എന്താ പറയുക എഫിഷ്യന്റ് ആയിട്ട് രാജ്യത്തെ നയിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ അധികാരത്തിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. നരേന്ദ്രമോദിക്ക് ശേഷം ഒരുപാട് ലീഡേഴ്സ് പ്രധാനമന്ത്രിയാകാൻ യോഗ്യരായിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ തന്നെ എത്രയോ മന്ത്രിമാർ വളരെ കഴിവുള്ളവരായിട്ടുണ്ട്. UP മുഖ്യമന്ത്രിയുടെയും അസം മുഖ്യമന്ത്രിയുടെയും ഉൾപ്പെടെ എത്രയോ പേരുകൾ നമ്മുടെ രാജ്യത്തിനകത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയുള്ള സീനിയർ ലീഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് പ്രധാനമന്ത്രിയാകാൻ യോഗ്യരായിട്ടുള്ള ഒരുപാട് പേര് BJPക്കകത്തുണ്ട്. അപ്പോൾ മോദിക്ക് ശേഷം ആര് എന്ന് ചോദിച്ചാൽ ആര് വേണമെങ്കിലും ആകാം. കാരണം ലീഡേഴ്സിന് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുറവൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഗഡ്കരിയൊക്കെ പോലെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന, ജനങ്ങളുടെ കയ്യടി നേടാൻ പറ്റുന്ന, ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ലീഡേഴ്സ് ആരെ വേണമെങ്കിലും അവർക്ക് വേണമെങ്കിൽ ഞറുക്കിട്ടെടുക്കാം. അത്രയും ലീഡേഴ്സ് BJPക്കുണ്ട്. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് തികച്ചും യുണീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത്രയും കാലം കൊണ്ടാണ് ഒരു സ്ട്രോങ് ലീഡർ ആണെന്ന് ലോകത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്തത്. പകരം ആര് മോദിക്ക് പകരം അധികാരത്തിൽ വന്നാലും ഒരുപാട് സമയമെടുക്കും അവർക്ക് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദി മാറുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല. അദ്ദേഹം മാറാൻ സാധ്യതയും വളരെ കുറവാണ്. പക്ഷേ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം മോഹൻ ഭാഗവതിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ജൂലൈ 14 വരെയാണ് നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുക. അതായത് ഇനി 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. സമയം വളരെ കുറവാണ്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. അതിൽ പോയി കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.